ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഈ സെമസ്റ്റർ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആയിരിക്കും. അതിൻ്റെ ആദ്യത്തെ 3 ചാപ്റ്ററുകളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അത് പ്യുവർലി ഡിജിറ്റൽ ഇലക്ട്രോണിക്സുമായിട്ട് കണക്റ്റഡ് ആണ്. അതിനുശേഷമുള്ള പോർഷനാണ് C++ പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് വരിക. നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലേക്ക് കിടക്കാം. നമ്മുടെ ചാപ്റ്റർ നമ്പർ 1 ബൂളിയൻ ഓൾജിബ്ര ആൻഡ് ലോജിക് ഗേറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ടോപ്പിക്കിൽ ലോജിക് ഗേറ്റ്സിനെ കുറിച്ചായിരിക്കും പറയുക. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ള ബേസിക് ഗേറ്റുകളാണ്. നോട്ട് ഗേറ്റ്, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്കറിയാം, സ്ക്രീനിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, നോട്ട് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ ഇൻപുട്ട് എന്ത് കൊടുത്താലും അതിൻ്റെ ഓപ്പോസിറ്റ് കോംപ്ലിമെൻ്റ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ ഇൻപുട്ട് 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ ഇൻപുട്ട് 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടുന്നത് 1 ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മുടെ ട്രൂത്ത് ടേബിൾ നമ്മൾ അങ്ങനെയായിരിക്കും എഴുതുന്നത്. ഇൻപുട്ട് നമ്മൾ 0 കൊടുക്കുമ്പം ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഇൻപുട്ട് 1 കൊടുക്കുമ്പം ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. അപ്പം ലോജിക് ഗേറ്റ് നോട്ട് ഗേറ്റിൻ്റെ ഒരു സിമ്പിൾ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഒരു ട്രയാങ്കിൾ റൈറ്റ് എൻഡിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് ഒരു ബബിള് ഇട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ഒരു ട്രൂത്ത് ടേബിളിൻ്റെ ഒരു നൊട്ടേഷൻ കൊടുക്കുന്നത്. ഇതായിരിക്കും സിമ്പിളിൻ്റെ ഒരു നൊട്ടേഷൻ കൊടുക്കുന്നത്. ഇതായിരിക്കും അതിൻ്റെ ട്രൂത്ത് ടേബിളും വരുന്നത്. അപ്പം നിങ്ങൾ ഇത് +1 +2 ഇത് കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നോട്ട് ഗേറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇൻപുട്ട് എന്ത് വന്നാലും അതിൻ്റെ കോംപ്ലിമെൻറ്റ് സ്റ്റേറ്റ് ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത് എന്ന് മാത്രം ഓർത്താൽ മതി. കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനുശേഷം രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് നോട്ട് ഗേറ്റ് തന്നെയാണ്. നെക്സ്റ്റ് രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് ഗേറ്റിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഗേറ്റിൻ്റെ കേസിൽ നമുക്കറിയാം, ഇതായിരിക്കും അതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഇത്തരത്തിലൊരു ഡി സിമ്പിൾ വരുന്നതായിരിക്കും ആൻഡ് ഗേറ്റ് വരുന്നത്. ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇൻപുട്ട് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഇൻപുട്ടാണ് നമ്മുടെ ഇവിടുത്തെ A ആൻഡ് B എന്ന് പറയുന്നത്. ഇൻപുട്ട് 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടുന്നത് 0 തന്നെയായിരിക്കും. ഇൻപുട്ട് എയ്ക്ക് 0യും ബിക്ക് 1ഉം കൊടുത്താൽ, അതാണ് ഇവിടെ കാണിക്കുന്നത് 0 1, എയുടെ അവിടെ 0യും ബിക്ക് 1ഉം കൊടുത്താലും ഔട്ട്പുട്ട് കിട്ടുന്നത് 0 തന്നെയായിരിക്കും. നെക്സ്റ്റ് വൺ, എയ്ക്ക് 1 കൊടുത്തു, എയുടെ അവിടെ 1 കൊടുത്തു, ബിക്ക് 0 കൊടുത്തു, അങ്ങനെയാണെങ്കിലും ഔട്ട്പുട്ട് കിട്ടുന്നത് 0 തന്നെയായിരിക്കും. ആൻഡ് ഫൈനലി ഇൻപുട്ടുകൾ രണ്ടും 1 1 വന്നാൽ, അതായത് ഇൻപുട്ടുകൾ രണ്ടും ഹൈ ആയെങ്കിൽ എന്ന് നമ്മൾ പറയും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ലാംഗ്വേജിൽ, ഇൻപുട്ടുകൾ രണ്ടും ഹൈ ആയെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് 1 തന്നെയായിരിക്കും. അതായത് ആൻഡ് ഗേറ്റിൻ്റെ കേസിൽ ഓർക്കുക, ഇൻപുട്ടുകൾ രണ്ടും ഹൈ ആകുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് നമുക്ക് ഹൈ ആയി കിട്ടത്തുള്ളൂ. ഇൻപുട്ടുകൾ രണ്ടും 1 വരുന്ന കേസിൽ മാത്രമേ ഉള്ളൂ ഔട്ട്പുട്ട് നമുക്ക് 1 വരത്തുള്ളൂ. അപ്പോൾ ഓർക്കുക, ഇൻപുട്ടുകൾ രണ്ടും ഓൺ ആയിരിക്കുമ്പം, അല്ലെങ്കിൽ ഇൻപുട്ടുകൾ രണ്ടും 1 സ്റ്റേറ്റിൽ വരുമ്പോൾ, ഇൻപുട്ടുകൾ രണ്ടും ഹൈ സ്റ്റേറ്റിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ഹൈ ആയിട്ട് വരത്തുള്ളൂ. അല്ലാതെ ഇൻപുട്ടുകൾ ഏതെങ്കിലും, ഇപ്പോൾ ഈ ഇവിടുത്തെ കേസ് ഞാൻ ഇൻപുട്ടുകൾ A B എന്ന് പറയുന്ന 2 ഇൻപുട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതുപോലെ സെവറൽ ഇൻപുട്ട്സ് നമുക്ക് വരാം. അപ്പോൾ എപ്പോഴാണെങ്കിലും ഇൻപുട്ടുകൾ എല്ലാം 1 സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഹൈ സ്റ്റേറ്റിൽ വന്നെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, ഹൈ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലോ സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത് 0 ആയിരിക്കും. അത് ലോ സ്റ്റേറ്റിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഗേറ്റിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഇലക്ട്രിസിറ്റിയിലെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. ഇവിടെ ഒരു ബൾബ് ഉണ്ട്. ആ ബൾബ് തെളിയണം. ഇവിടെ 2 സ്വിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ നോക്കുമ്പോഴേ അറിയാം, ഇതിലൂടെ ഈ ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ A സ്വിച്ചും B സ്വിച്ചും ഓൺ സ്റ്റേറ്റിലായിരിക്കണം. Aയും Bയും ഓൺ സ്റ്റേറ്റിലാണെങ്കിൽ ഈ ബൾബ് ഗ്ലോ ചെയ്യും, ബൾബ് ഓൺ സ്റ്റേറ്റിലായിരിക്കും. അതേസമയം ഇവിടെ A ഓഫ് ആയിരുന്നാൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യത്തില്ല. അതായത് A = 0, B ഓൺ ആണെങ്കിൽ തന്നെ B = 1 വന്നാൽ പോലും നമുക്ക് അതിലെ കറണ്ട് പാസ് ചെയ്യത്തില്ല. തിരിച്ച് A ഓൺ ആണ്, A 1 സ്റ്റേറ്റിലാണ്, B 0 ആണെങ്കിലും നമുക്ക് അതിലെ കറണ്ട് പാസ് ചെയ്യത്തില്ല. രണ്ടും ഓഫ് ആണെങ്കിലും, രണ്ടും 0 ആണെങ്കിലും നമുക്ക് അതിലെ കറണ്ട് പാസ് ചെയ്യത്തില്ല. അപ്പം എപ്പോഴൊക്കെയാണ് കറണ്ട് പാസ് ചെയ്യത്തില്ലാത്തത്? A 0 ആണെങ്കിൽ കറണ്ട് പാസ് ചെയ്യത്തില്ല, B 0 ആണെങ്കിൽ കറണ്ട് പാസ് ചെയ്യത്തില്ല, ഇനി രണ്ടും 0 ആണെങ്കിലും കറണ്ട് പാസ് ചെയ്യത്തില്ല. എപ്പോൾ മാത്രമേ കറണ്ട് പാസ് ചെയ്യത്തുള്ളൂ? Aയും Bയും ഓൺ സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ സർക്യൂട്ടിൽ കറണ്ട് കിട്ടത്തുള്ളൂ. അതാണ് ഒരു ലോജിക്ക് മനസ്സിലാകാനായിട്ടൊരു നല്ലൊരു എക്സാമ്പിൾ ആണിത്. അതുകൊണ്ട് ആൻഡ് ഗേറ്റ് നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. എപ്പോഴും ഓർക്കുക, ആൻഡ് ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇൻപുട്ടുകളെല്ലാം ഹൈ ആയെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് നമുക്ക് ഹൈ സ്റ്റേറ്റിൽ കിട്ടത്തുള്ളൂ. മൂന്നാമത്തെ ബേസിക് ഗേറ്റ് ആണ് ഓർ ഗേറ്റ് പറയുന്നത്. ഓർ ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം, ഇൻപുട്ടുകൾ എപ്പോഴെങ്കിലും ഇൻപുട്ടിൽ എവിടെയെങ്കിലും 1 വന്നാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കേസ് നിങ്ങൾക്ക് നോക്കി അറിയാം, ഇൻപുട്ടിൽ A 0 B 1 വന്നു, അതുകൊണ്ട് ഔട്ട്പുട്ട് 1 ആയിരിക്കും.
നെക്സ്റ്റ് വൺ എ ഈക്വൽ ടു 1 ആണ്, ബി 0 ആണ്. ബി 0 ആണെങ്കിലും കുഴപ്പമില്ല, എ 1 ആയതുകൊണ്ട് അവിടെ ഔട്ട്പുട്ട് 1 ആയിട്ട് തന്നെ വന്നു. ആൻഡ് ഫൈനലി 1 സ്റ്റേറ്റ് വന്നു. ഇൻപുട്ടുകൾ രണ്ടും ഹൈ ആണ്. ഇൻപുട്ടുകൾ രണ്ടും ഹൈ ആകുമ്പോഴും ഔട്ട്പുട്ട് നമുക്ക് 1 തന്നെ വരും. അതായത് ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് ഹൈ ആയിരിക്കും കിട്ടുന്നത്. ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആയാൽ മതി, ഔട്ട്പുട്ട് നമുക്ക് 1 ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഈ കേസിൽ ഇത് ഹൈ ആണ്, ഈ കേസിൽ ഫസ്റ്റ് വൺ ഹൈ ആണ്, മൂന്നാമത്തെ കേസിൽ എല്ലാം ഹൈ ആണ്. അപ്പോൾ ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആയെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതേസമയം ഇൻപുട്ടിൽ രണ്ടും 0 ആണെങ്കിൽ, ഇൻപുട്ടുകൾ രണ്ടും ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ, ഇൻപുട്ടുകൾ രണ്ടും ലോ സ്റ്റേറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻപുട്ടുകൾ രണ്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് 0 ആയിരിക്കും. അത് നമുക്ക് മനസ്സിലാകാനായിട്ട് ഇതുപോലെ തന്നെ ഒരു ലോജിക് സർക്യൂട്ട് കാണിച്ചാൽ അത് നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ രണ്ടും ഓഫ് സ്റ്റേറ്റിലാണെങ്കിൽ, ഇൻപുട്ട് രണ്ടും, അതായത് എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്ന സ്വിച്ചും ഓഫ് ആണെങ്കിൽ ഇതിലെ കറണ്ട് ഒന്നും പാസ് ചെയ്യത്തില്ല, കാരണം സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല. അതേസമയം ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം ഓൺ ആയെങ്കിൽ, ഇപ്പം എ എന്ന് പറയുന്ന സ്വിച്ച് മാത്രം ഓൺ ആയെങ്കിൽ വോൾട്ടേജ് കറണ്ട് ഈ ഒരു ചാനൽ കൂടെ കയറി എയിലൂടെ കയറി ബിയിലേക്ക് പൊക്കോളും, അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. അതുപോലെ ബി മാത്രമേ ഓൺ ആയിരിക്കുന്നുള്ളൂ, എ ഓഫ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല, കറണ്ട് ബിയിലൂടെ പൊക്കോളും. അതേസമയം രണ്ടും ഓൺ ആണെങ്കിൽ കറണ്ട് രണ്ട് ഇതിലൂടെയും, അതിന്റെ റെസിസ്റ്റൻസ് അനുസരിച്ച് രണ്ടിലൂടെയും പൊക്കോളും. അപ്പം സ്വിച്ച് ഇവിടെ വേറെ റെസിസ്റ്റൻസ് ഒന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് രണ്ടിലൂടെ അത് ക്ലിയർ ആയിട്ട് പൊക്കോളും. അപ്പോൾ നമുക്ക് കറണ്ട് കിട്ടും. അപ്പോൾ കറണ്ട് കിട്ടുന്ന സ്റ്റേറ്റ് ഏതൊക്കെ? ഏതെങ്കിലും ഒരു സ്വിച്ച് ഓൺ ആയാൽ മതി, ഒന്നെങ്കിൽ രണ്ട് സ്വിച്ച് ഓൺ ആവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് ഓൺ ആയാലും നമുക്ക് ഔട്ട്പുട്ട് 1 തന്നെ കിട്ടും. അതായത് ഔട്ട്പുട്ട് നമുക്ക് റിസൾട്ട് ഉണ്ട്, ഔട്ട്പുട്ട് നമ്മുടെ റിസൾട്ട് ഹൈ ആയിരിക്കും. അതേസമയം രണ്ട് സ്വിച്ചും ഓഫ് ആണെങ്കിൽ, അതാണ് പറഞ്ഞത് എ ഈസ് ഈക്വൽ ടു 0, ബി ഈസ് ഈക്വൽ ടു 0, രണ്ടും 0 വരുവാണെങ്കിൽ മാത്രം നമുക്ക് ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഔട്ട്പുട്ട് 0 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് നമുക്കില്ല, നമുക്ക് റിസൾട്ട് ഇല്ല, ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല, നമ്മുടെ ഔട്ട്പുട്ട് വിൽ ബി 0. അപ്പോൾ ഇതായിരിക്കും ബേസിക് ഗേറ്റുകൾ പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ടോപ്പിക്കിൽ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ ലോജിക് ഗേറ്റുകൾ പറഞ്ഞുകൊണ്ടാണ് കടക്കുന്നത്. അതിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് നോട്ട് ഗേറ്റ്, ആൻഡ് ഗേറ്റ് ആൻഡ് ഓർ ഗേറ്റ് ആണ് ഡിസ്കസ് ചെയ്തത്. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് യൂണിവേഴ്സൽ ഗേറ്റുകൾ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ വരുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് രണ്ട് യൂണിവേഴ്സൽ ഗേറ്റുകളാണ് നമുക്കുള്ളത്. നാൻഡ് ഗേറ്റും നോർ ഗേറ്റും ആയിരിക്കും നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റുകളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവരെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലൂടെ പറയുന്നുണ്ട്, ബിക്കോസ് ദേ ക്യാൻ ബി യൂസ്ഡ് ടു കൺസ്ട്രക്ട് ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ്. അതായത് ഈ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും യൂസ് ചെയ്തുകൊണ്ട്, നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റും നോർ ഗേറ്റും ആണ്. ഈ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പഴയ ബേസിക് ഗേറ്റുകൾ 3 നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഈ നാൻഡ് ഗേറ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ നോർ ഗേറ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് നോട്ട് ഗേറ്റും ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും, നമ്മൾ മുമ്പ് പഠിച്ച ബേസിക് ഗേറ്റുകളായ ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ് 3 നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോർ ഗേറ്റും യൂസ് ചെയ്തുകൊണ്ട് ഈ 3 ബേസിക് ഗേറ്റുകളും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ നാൻഡിനെയും നോറിനെയും നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് നാൻഡ് ഗേറ്റ്, എന്താണ് നോർ ഗേറ്റ് എന്നുള്ളത് കൂടി നോക്കാം. ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാൻഡ് ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളുണ്ട്. നാൻഡ് ഗേറ്റിലെ അവസാനത്തെ 3 അക്ഷരങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, 3 ലെറ്ററുകൾ നോക്കുവാണെങ്കിൽ അറിയാം ആൻഡ് എന്ന് തന്നെയാണ്. അതിന് മുമ്പിൽ ഒരു എൻ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അതായത് ആൻഡ് ഗേറ്റിനെ ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്യുന്നതാണ്, ആൻഡ് ഗേറ്റിനെ നോട്ട് ചെയ്യുന്നതാണ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ. ആൻഡ് ഗേറ്റ് എന്താണോ നിങ്ങൾക്ക് അറിയാവുന്ന അത് നോക്കുക, എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. നോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻപുട്ട് 1 വന്നാൽ അതിനെ 0 ആക്കുക, എന്താണോ ഇപ്പോൾ ഉള്ളത് അതിനെ അതിന്റെ കോംപ്ലിമെന്റ് എഴുതുക. 1 വന്നാൽ 0 ആക്കുക, 0 വന്നാൽ 1 ആക്കുക. ഇതാണ് നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൻഡ് ഗേറ്റിനെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്താൽ കിട്ടുന്നതാണ് നാൻഡ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ റെപ്രസെന്റേഷൻ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് വൺ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിനോട് ചേർത്ത് ഒരു നോട്ട് ഗേറ്റും കൂടെ, അതിന്റെ റിസൾട്ടിന്റെ കൂടെ ഒരു നോട്ട് ഗേറ്റും കൂടെ വരച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് നാൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിന്റെ കൂടെ ഒരു നോട്ടും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നാൻഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് രണ്ടും കൂടെ കൂട്ടി ഒരുമിച്ച് വരച്ചാൽ ഈ നോട്ട് ഗേറ്റ് കാണിക്കാനായിട്ട് ഈ ബബിൾ എടുത്ത് ഈ ആൻഡ് ഗേറ്റിന്റെ ഇപ്പുറത്തിട്ടാൽ, ഇവിടെ നോക്കിയാൽ അറിയാം ആൻഡ് ഗേറ്റിനോട് ചേർന്ന് ഇവിടെ ആ ബബിൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റ് ആയിരിക്കും. അപ്പൊ ഇനി മുതൽ ആൻഡും നോട്ടും കൂടെ കൂട്ടി വരയ്ക്കേണ്ട കാര്യമില്ല. ആൻഡിന്റെ കൂടെ ഈ എൻഡിൽ ഒരു ബബിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നാൻഡ് ഗേറ്റിന്റെ സിമ്പിൾ റെപ്രസെന്റേഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഒന്നാമത്തെ കേസിൽ നമുക്കറിയാം ഏതൊക്കെയാണ് നമ്മുടെ ഇൻപുട്ടുകൾ വരുന്നത്. 2 ഇൻപുട്ടുകളല്ലേ നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് പോസിബിൾ കോമ്പിനേഷൻ ഏതൊക്കെയാണ് നമുക്ക് എപ്പോഴും അറിയാമല്ലോ. ഏതൊക്കെയാണ് വരുന്നത്? A0 വരാം, B0 വരാം, 0 0, അല്ലെങ്കിൽ A0 വരാം, B1 വരാം,
അല്ലെങ്കിൽ B1 വരാം, A0 വരാം, ആൻഡ് ഫൈനലി A ആൻഡ് B വിൽ ബി 1. രണ്ടും 1 വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി 0 0 1 1 0 1 0 1 അങ്ങനെ നമ്മൾ കോമ്പിനേഷൻസ് എഴുതുന്നത്. 2 ഇൻപുട്ടുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് പോസിബിൾ കോമ്പിനേഷൻസ് 4 പോസിബിൾ കോമ്പിനേഷനുകളാണ് ഉള്ളത്. ശരിയാണല്ലോ. നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് നോക്കാം. ആദ്യമേ A ഡോട്ട് ബി അല്ലെങ്കിൽ A ആൻഡ് ബി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഗേറ്റ് ആയിരുന്നെങ്കിൽ, ഇവിടെ നാൻഡ് അല്ല, സിംപിളി ഇത് ആൻഡ് ഗേറ്റ് മാത്രമായിരുന്നെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആൻഡ് ഗേറ്റ് ആയിരുന്നു, നമുക്കറിയാം ആൻഡ് ഗേറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു. ആൻഡ് ഗേറ്റ് ആണെങ്കിൽ എപ്പോഴെങ്കിലും ഇൻപുട്ടിൽ എപ്പോഴെങ്കിലും 0 ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇൻപുട്ട് രണ്ടും 1 വന്നാൽ മാത്രമേ ഉള്ളൂ ഔട്ട്പുട്ട് നമുക്ക് ഹൈ വരത്തുള്ളൂ, ഔട്ട്പുട്ട് 1 വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം ആൻഡ് ഗേറ്റിന് എവിടെയെങ്കിലും ഇൻപുട്ട് 0 ആണെങ്കിൽ, ഇവിടുത്തെ കേസിൽ രണ്ടും ഇൻപുട്ട് 0 ആണ്, സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടുത്തെ കേസിൽ A എന്ന് പറയുന്നതിന് ഇൻപുട്ട് 0 ആണ്, അതുകൊണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവിടെയും 0 തന്നെയായിരിക്കും. ഇവിടുത്തെ കേസിൽ ബിയുടെ ഇൻപുട്ട് 0 ആണ്, അതുകൊണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതും 0 ആയിരിക്കും. ആൻഡ് ഫൈനൽ സ്റ്റേറ്റിൽ ഇൻപുട്ടുകൾ രണ്ടും 1 1 വന്നു. രണ്ടും ഇൻപുട്ടുകളും ഓൺ ആകുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഇതിന്റെ കേസ് നമുക്കറിയാം ഇതാണ് ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 0 0 0 1. എപ്പോഴാണോ ഇൻപുട്ടുകൾ രണ്ടും 1 വരുന്നത് അപ്പോൾ മാത്രമേ ഔട്ട്പുട്ടും 1 ആയിരിക്കത്തുള്ളൂ. ക്ലിയർ ആണല്ലോ. ഇനി ഇതിനെ കോംപ്ലിമെന്റ് ചെയ്താൽ മതി. ഇതിനെ കോംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ 0 വരുമ്പോൾ ഇവിടെ 1 എഴുതുക, നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ഇവിടെ 0 വരുമ്പം ഇവിടെ 1 എഴുതുക, ഇവിടെ 0 വരുമ്പം ഇവിടെ 1 എഴുതുക. ഓക്കെ, ഫൈനലി ഇവിടെ 1 വന്നപ്പം അവിടെ നമുക്ക് അതിന്റെ കോംപ്ലിമെന്റ് എഴുതണം. സോ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഇവിടെ നമ്മൾ കാണിച്ചു വെച്ചിരിക്കുന്നത് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ് നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് വരുന്നത്. അതുകൊണ്ട് നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 1 1 0 ആയിരിക്കും നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട്. ഇപ്പൊ നാൻഡ് ഗേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ആൻഡ് ഗേറ്റിന്റെ കൂടെ ഒരു ബബിൾ കൂടി ഇട്ടാൽ, ഒരു നോട്ടും കൂടി ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നാൻഡ് ഗേറ്റ് ആയിരിക്കും. ഓർക്കുക, നാൻഡ് ഗേറ്റ് ഒരു യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പഴയ ബേസിക് ഗേറ്റുകളായ ആൻഡിനെയും ഓറിനെയും നോട്ടിനെയും ഉണ്ടാക്കാം. അതെന്താണെന്നുള്ളത് നമുക്ക് മുമ്പിൽ കാണാം. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ യൂണിവേഴ്സൽ ഗേറ്റിലോട്ട് കിടക്കുകയാണ്. രണ്ടാമത്തെ യൂണിവേഴ്സൽ ഗേറ്റ് നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റിലും അതിന്റെ പേരിലും തന്നെ ഈ നാൻഡ് ഗേറ്റ് പറഞ്ഞതുപോലെ തന്നെയുണ്ട്. എങ്ങനെയാണ് നോർ ഗേറ്റ് വരുന്നത്? നോർ ഗേറ്റ് രണ്ടാമത്തെ 2 ലെറ്ററുകൾ ഓർ എന്ന് തന്നെയാണ്. സോ ഓർ ഇവിടെ ഉണ്ട്, അപ്പൊ അതിന്റെ മുമ്പിൽ ഒരു N വന്നു, അപ്പൊ നോട്ട്. ഓറിനെ നോട്ട് ചെയ്താൽ കിട്ടുന്നത് നോർ ആയിരിക്കും. ആദ്യത്തെ കേസിൽ നാൻഡ് എന്ന് പറയുന്നത് ആൻഡിനെ നോട്ട് ചെയ്താൽ നാൻഡ് കിട്ടും. ഈ കേസിൽ ഓർ ഗേറ്റിനെ നോട്ട് ചെയ്താൽ നോർ ഗേറ്റ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഒരു ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റിനോട് ചേർന്ന് വന്നിരിക്കുന്നത് ഒരു നോട്ട് സിമ്പൽ ആണ്. അപ്പം ഓർ ഗേറ്റിനെ നോട്ട് ചെയ്താൽ, ഓർ ഗേറ്റിന് നിങ്ങൾക്ക് എന്താണോ ഔട്ട്പുട്ട് ഉള്ളത് അതിന്റെ എല്ലാം കോംപ്ലിമെന്റ് എടുത്താൽ കിട്ടുന്നത് നോർ ഗേറ്റ് ആയിരിക്കും. ഇവിടെയും പഴയതുപോലെ തന്നെ ഇവിടെ നോട്ട് ഗേറ്റിനെ കൂടെ ചേർത്ത് വരയ്ക്കാനായിട്ട് ഈ ബബിൾ എടുത്ത് ഇതിന്റെ ഈ എൻഡിലോട്ട് ഇട്ടാൽ മതി. അപ്പം ഓർ ഗേറ്റിന്റെ എൻഡിൽ ബബിൾ ഇട്ട് കഴിഞ്ഞാൽ അത് നോർ ഗേറ്റ് ആണെന്നുള്ള കാര്യം ഓർക്കണം. ഓർ ഗേറ്റിന്റെ എൻഡിൽ നോട്ട് ഇട്ടാൽ, ബബിൾ ഇട്ടാൽ അത് കിട്ടുന്നത് നോർ ഗേറ്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് നമുക്കറിയാം, അതെങ്ങനെ വരും എന്നുള്ളത് അറിയാം. നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് നേരത്തെ ഓർ ഗേറ്റിന് ഏതൊക്കെയാണോ കിട്ടിയത് അതിനെല്ലാം നേരെ കോംപ്ലിമെന്റ് ചെയ്താൽ മതി. നമുക്കൊന്ന് ട്രൂത്ത് ടേബിൾ ഒന്ന് എഴുതി നോക്കാം. എഴുതി നോക്കാനായിട്ടാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ 2 ഇൻപുട്ടുകളാണ് നമുക്കുള്ളത്, A ആൻഡ് B. ഇവിടെ നോക്കിയാൽ അറിയാം 2 ഇൻപുട്ടുകളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. 2 ഇൻപുട്ടുകളാണെങ്കിൽ അവിടെ നമുക്ക് വരാവുന്ന പോസിബിൾ കോമ്പിനേഷൻസ്, ഇൻപുട്ട് 0 0 വരാം, നെക്സ്റ്റ് 1 0 1 വരാം, then 1 0 വരാം, ആൻഡ് ഫൈനലി 1 1 വരാം. ക്ലിയർ ആണല്ലോ? മുമ്പ് ഞാൻ പറഞ്ഞ പോലെ 0 0 1 1. എക്ക് വരുന്നത് 0 0 1 1, ബി ആണെങ്കിൽ 0 1 0 1. അപ്പോൾ ഇതാണ് 4 കോമ്പിനേഷൻസ് നമുക്ക് വരുന്നത്. ഇനി നമുക്കറിയാം ഓർ ഗേറ്റ് ആണെങ്കിൽ നമുക്കറിയാം എപ്പോഴെങ്കിലും ഇൻപുട്ടിൽ എപ്പോഴെങ്കിലും ഒന്ന് ഹൈ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഹൈ വന്നാൽ മതി. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇനി ഇൻപുട്ടുകൾ രണ്ടും 0 ആണെങ്കിൽ, ഇൻപുട്ടുകൾ എല്ലാം 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ശരിയാണല്ലോ? ഇപ്പൊ ഇതിന്റെ കേസ് നമുക്ക് നോക്കുമ്പോൾ ആദ്യത്തെ കേസിൽ 0 0 ആണ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും അറിയാം ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇൻപുട്ടുകൾ രണ്ടും 0 ആണ്, അതുകൊണ്ട് ഔട്ട്പുട്ട് 0 ആണ്. അടുത്ത കേസിൽ ഒരു ഇൻപുട്ട് ഹൈ ഉണ്ട്, അതുകൊണ്ട് ഔട്ട്പുട്ട് 1 ആയിരിക്കും. രണ്ടാമത്തെ കേസിലും മൂന്നാമത്തെ കേസിലും ഒരു ഇൻപുട്ട് ഹൈ ഉണ്ട്, അതുകൊണ്ട് ഔട്ട്പുട്ട് 1 ആയിരിക്കും. ആൻഡ് ഫൈനലി ഇവിടെ 2 ഇൻപുട്ടുകളും 1 ആണ്, അപ്പോൾ ഒബിയസ്ലി അതിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പൊ ഇതാണ് ഒരു ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ വരുന്നത്. നമുക്ക് വേണ്ടത് ഓർ അല്ല, നോർ ആണ് വരുന്നത്.
അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ റിസൾട്ടിനെ നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യുക. കോംപ്ലിമെൻറ്റ് ചെയ്യുന്നവർ നോട്ട് എടുക്കുക. നോട്ട് എടുക്കുന്ന തന്നെ എഴുതാൽ മതി. 0 വരുമ്പം അതിന് പകരമായിട്ട് ഇവിടെ 1 എഴുതിയാൽ മതി ഔട്ട്പുട്ട്. ആൻഡ് ഫൈനലി ഇവിടെ എല്ലാം 1 1 1 എന്ന് വരുമ്പം ഇവിടെ എല്ലാം 0 then 0 and then 0. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 0 0 0 എന്നായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം നമുക്കുണ്ടായിരുന്ന ഓർ ഗേറ്റിനെ നമ്മൾ നോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ നോർ ഗേറ്റ്. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഇത് കണ്ടോ, എയും ബിയും കൂടെ ചേർന്ന് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത് ഓർ ഗേറ്റിന്റെ ആയിരുന്നു. ഓർ ഗേറ്റിന് നമ്മൾ കാണിക്കാൻ ഇവിടെ പ്ലസ് സിമ്പിൾ ആണ് ഇടുന്നത്. അത് എ പ്ലസ് ബി എന്നല്ല നമ്മൾ വായിക്കുന്നത്, എ ഓർ ബി എന്നാണ് വായിക്കുന്നത്. എന്നിട്ട് ആ കിട്ടിയ സാധനത്തിന് നമ്മൾ കോംപ്ലിമെന്റ് എടുക്കുക, നോട്ട് എടുക്കുക എന്നുള്ള കാണിക്കുന്നതാണ് ഈ മെയിലിൽ നമ്മളൊരു ലോങ് ബാർ വരയ്ക്കുന്നത്. അത് കോംപ്ലിമെന്റ് സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. അത് എ ഓർ ബി കോംപ്ലിമെന്റ് എന്നുള്ളതാണ് നമ്മളോട് എഴുതി വെച്ചിരിക്കുന്നത്. അത് എ ഓർ ബി ചെയ്ത സാധനത്തിനെ നമ്മൾ നോട്ട് എടുക്കുക, കോംപ്ലിമെന്റ് ചെയ്യുക. മുമ്പ് നമ്മൾ നാൻഡിന്റെ കേസിലും അങ്ങനെ തന്നെയായിരുന്നു കാണിച്ചത്. ഇവിടെ നോക്കിയാൽ അറിയാം എ ബി എന്നുണ്ട്. ഇവിടെ ഡോട്ട് ഇട്ടാൽ അത് വായിക്കേണ്ടത് എ ആൻഡ് ബി എന്നാണ് വായിക്കേണ്ടത്. എ ആൻഡ് ബി, ആൻഡ് ഗേറ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കിട്ടിയ എ ആൻഡ് ബിയെ നമ്മൾ നോട്ട് എടുത്തു. ആ നോട്ട് എടുക്കുന്ന സിമ്പിളാണ് നമ്മളിവിടെ അപ്പറിൽ ഒരു ബാർ ഇട്ട് കാണിക്കുന്നത്. അത് കോംപ്ലിമെന്റ് സ്റ്റേറ്റ് ആണ്. അത് എ ആൻഡ് ബിയുടെ കോംപ്ലിമെന്റ് ആണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതുവരെ നമ്മൾ പഠിച്ചു വന്നത് നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇത്ര മാത്രമേ ഉള്ളൂ. ബേസിക് ഗേറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. എനിക്കറിയാം നിങ്ങൾ ഈ 5 ഗേറ്റുകൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ കൂടി ഞാൻ ഒരു പ്രിലിമിനറി ടോപ്പിക്കിൽ പറയുന്നു എന്ന് മാത്രം. ആദ്യമേ ബേസിക് ഗേറ്റുകൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? നോട്ട് ഗേറ്റ് പറഞ്ഞു, ആൻഡ് ഗേറ്റ് പറഞ്ഞു, ഓർ ഗേറ്റ് പറഞ്ഞു. അതിനുശേഷം 2 യൂണിവേഴ്സൽ ഗേറ്റുകളായ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും കൂടെ പറഞ്ഞ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. ഷോർട്ട് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അതിനുശേഷം അതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് ഉടനെ തന്നെ അടുത്ത ലെക്ചറുകളിൽ കാണാം. സോ താങ്ക് യു.